എടാ ഇനി ദേഹം മൊത്തം ചൊറിയുന്നു. ഇങ്ങോട്ട് വേടാ 10,000 രൂപ. അമ്മ പറയണം. ഒരു കാര്യം മനസ്സിലാക്കണം. ആ പാവപ്പെട്ട നീലിനെ പറ്റിച്ചിട്ട് ടൂർ പോയത് അത് നീ ആദ്യം മനസ്സിലാക്കണം. എവിടെ പോയടാ? ആര് പോയി? അല്ല ഞാനറിയാതെ നിങ്ങൾ എവിടെ ടൂർ പോയെന്ന്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരികയാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ആ ഉണ്ട്. എന്താണത് പൊന്ന്? നിങ്ങൾ വന്ന് നോക്കിന്ന് മീനല്ലേ? നല്ല 1-ാം നമ്പർ പൊന്നുള്ള ഞണ്ട്. ജീവനുണ്ടല്ലോ അച്ഛൻ എന്തിനീ ഇതേ കൂട്ടിലിട്ട് വളർത്താൻ. എനിക്ക് പാടാണ്. കോഴിയുടെ മാനസികാവസ്ഥ അറിയാന്നുള്ള ആള് പോയാലേ കോഴി പിടിവരുള്ളൂ. കോഴിയുടെ മാനസികാവസ്ഥയും പിടിക്കാൻ പോണ മാനസികാവസ്ഥയും ഒന്നായിരിക്കണം. നമ്മൾ ശത്രുവാണെന്ന് കോഴിക്ക് തോന്നരുത്. തോന്നി കഴിഞ്ഞാൽ അവിടെ നൈസായിട്ട് വിളിക്കും നമ്മളെ അടുത്തെത്തിച്ചിട്ടുണ്ട്. ഒരു കോഴിക്കല്ല മറ്റൊരു കോഴിയുടെ മാനസികാവസ്ഥ മനസ്സിലാവും. ഈ സമയത്ത് ബാലു എന്റെ പേരിടണേൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. വേണ്ട, അതിവിടെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. കേട്ടാ? അച്ഛൻ കമ്പെടുത്താ ഇനി ഇതുങ്ങൾ രണ്ടും നന്നായിക്കോളൂ. പക്ഷെ അച്ഛന് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അവത്തം പറ്റിപ്പോടാ. നേരത്തെ എടുത്തേക്ക് നീ എന്നേ നന്നായാണ്. പാറമടയിൽ വി ഹെൽപ്പേഴ്സ് എന്നിട്ടുണ്ട്. ഏയ് പാറമടയും പാതാളവും ഒന്നും വേണ്ട. കേട്ടപ്പോ തന്നെ ഒരു ദുരൂഹത. അച്ഛാ നമുക്ക് എല്ലാവരുടെ പേര് എഴുതി തുണ്ടിട്ടെടുത്താലോ? തുണ്ടിട്ടാ എന്റെ പേരേ കിട്ടും. അപ്പൊ തുണ്ടിടണ്ട. പഞ്ചവർണ്ണ തലേറെ ഞാൻ അവിടെ വെച്ച് കണ്ട് ഞാൻ എടുത്ത് അടുപ്പിക്കറ്റത്ത് അവന്റെ ഭാഗ്യം. അല്ല ബാലു ഈ കല്യാണത്തിന് പോയ നിങ്ങൾ എങ്ങനെയാ അവിടുത്തെ പാചകക്കാരനായത്? എന്റെ നീലു ഒന്നും പറയണ്ട. എന്നാ പിന്നെ പറയണ്ട. അതാണ് എന്താ അടിപൊളി ആശുപത്രി ഫുഡല്ലേ. കഴിക്കാൻ പറ്റും, വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് മടുത്തു. പക്ഷെ നാടൻ ഫുഡാണ് ഇഷ്ടം പോലെ കഴിക്കാൻ ചെയ്യാൻ മടുക്കയില്ല. കേട്ടാ കറങ്ങി ചുറ്റാതെ വിഷയത്തിലേക്ക് വരെ എല്ലാം കേട്ട് പഠിച്ചങ്ങ് വെച്ചേക്കാ. പോടാപ്പുറത്ത് കുഴപ്പമില്ല. അമ്മ പൊയ്ക്കോ, അമ്മ പൊയ്ക്കോ. സമയങ്ങളായി പോയിട്ട് പഠിക്കട്ടാ. more and more